ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയുള്ള ബീഫ് കുറുമ എങ്ങനെയാണ് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് അപ്പം, ഇടിയപ്പം, പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഈ ബീഫ് കുറുമ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്, ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1.5 കിലോയോളം നെയ്യോടുകൂടിയുള്ള ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള വേണം, പച്ചമുളക്, കരിയാപ്പില, തക്കാളി, 2 പൊട്ടറ്റോ, 1 പിടി കാഷ്നട്ട്, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം വേണം. ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 4-5 പച്ചമുളക്, കരിയാപ്പില, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി, 1 സവോള നീളത്തിൽ അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത ശേഷം കുക്കറിൽ ഒരു 2 പൊട്ടറ്റോയും കൂടെ ഇട്ട് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഇതുപോലെ കുക്ക് ചെയ്യുമ്പം അത് നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നോളും കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുകും, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 കറുകാപ്പട്ട, 2 ഏലക്ക, 2 ബേ ലീഫ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും, ഒരു 8-10 ചെറിയുള്ളിയും, 1 സവോളയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള ഒന്ന് വഴന്ന് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2-3 പച്ചമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടിയും പച്ചമുളകും നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ചേർത്ത് ആ വെള്ളത്തോടു കൂടി നമ്മളിത് ചേർത്ത് കൊടുക്കും. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിരിക്കുവാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് ഉടഞ്ഞ് ആ കറിക്കകത്ത് ചേർന്നോളും. ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 1/4 പാൽ ഒരു 3/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 പിടി കാഷ്നട്ട് ഇച്ചിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി നല്ല തിക്കാണ്. കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റും തിക്നെസ്സും ഒക്കെ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. ഇതൊരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റൊക്കെ നോക്കിയ ശേഷം ഞാനൊരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എരിവ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ഈ സമയത്ത് ഇടണമെന്നില്ല. ഗരം മസാല കുറച്ച് നല്ല ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഈ ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി ഇടുവാണ്, ഓപ്ഷണലാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു ബീഫ് കുറുമ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയുള്ള ബീഫ് കുറുമ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.